ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമുക്ക് നല്ല കിടിലനായിട്ടൊരു വെറൈറ്റി കായ്പോള ഉണ്ടാക്കിയാലോ. സാധാരണ കായ്പോള പോലെയല്ല, ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതിലേക്ക് ഒരു 2 ചെറിയ ഏത്തപ്പഴം എടുത്താൽ മതി. ഒരുപാട് വലുതാണെങ്കിൽ 1.5 ഒക്കെ മതിയാവും കേട്ടോ. അപ്പോൾ 2 ഏത്തപ്പഴം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നെയ്യിൽ തന്നെ ഒന്ന് വറുത്തിട്ട് എടുക്കുക. അതായത് ഒന്ന് ഏകദേശം ഒന്ന് മൊരിയണം കേട്ടോ. പഴത്തിൻ്റെ പച്ചപ്പൊക്കെ മാറി നല്ലോണം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി കിട്ടണം. ഏകദേശം ഒന്ന് മൊരിയണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ടയുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 1.5 വലിയ ഏത്തപ്പഴത്തിന് 2 മുട്ട കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 1/4 കപ്പ് ഞാൻ ഫുള്ള് ഇട്ടിട്ടില്ല, മധുരമൊക്കെ നോക്കിയിട്ട് ചേർക്കുക. പഴമാണെങ്കിലും ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പഴുത്ത് തുടങ്ങുന്ന പഴമായിരിക്കും ഇതിന് നല്ലത്. പിന്നെ വേണ്ടത് ഇതാണ്, അതിലേക്കുള്ള മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. അത് പാൽപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുക. അപ്പോൾ ഒരു 10 രൂപയുടെ പാൽപ്പൊടിയുടെ പാക്കറ്റ് വാങ്ങിച്ചാൽ ഒരു 3/4 ഭാഗം ഇട്ടാലും കറക്റ്റ് ആയിരിക്കും കേട്ടോ അത്. പിന്നെ 3-4 ഏലക്ക കുത്തിയിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ചേർക്കുക. തൊണ്ടുണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് വായി തടയില്ലേ, അപ്പോൾ അതിൻ്റെ കുരു മാത്രം ചതച്ചിട്ടാൽ മതി. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാരയൊക്കെ ശരിക്കും അതിൽ ഡിസോൾവ് ആയി കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറിയം വന്നിട്ടോ. അപ്പോൾ അവൾ ബാക്കി മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ഗിന്റെ മിക്സിലേക്ക് പഴം അങ്ങനെ തന്നെ ഇട്ടോളൂ. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട്. നെയ്യിൽ കുറച്ച് കശുവണ്ടി മുന്തിരി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതവിടെ നല്ലോണം മൂപ്പിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കശുവണ്ടി മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടി 6 ഇഞ്ച് മോൾഡാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം ഈ എഗ്ഗും പഴവും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കണ്ടില്ലേ, പഴവും എഗ്ഗും. അപ്പൊ നമ്മൾ കശുവണ്ടി പൊഴിച്ചത് ആ പഴം വാട്ടിയ പാത്രത്തിൽ തന്നെയാണ്. അതിന് കുറച്ച് നെയ്യ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ തന്നെ കശുവണ്ടി മുന്തിരി വറുത്താലും മതി. പിന്നെ ഞാനിപ്പോൾ ഈ മോൾഡിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്കപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും സേഫ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എനിക്കത് വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൂടുന്തോറും വേകാനുള്ള സമയവും കൂടും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു 10, 20, 25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒരു പാത്രം ആയതുകൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ വേഗം വെന്തും കിട്ടും. എന്ന് വെച്ചാൽ അത് എടുക്കാനും സുഖമായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, സംഭവം കിട്ടുവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാൽപ്പൊടി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ എങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ്. കറക്റ്റ് അപ്ഗ്രേഡഡ് വേർഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കായ്പോള ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് പാൽപ്പൊടിയും കൂടി അതിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ്. കിടു സംഭവമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നോക്കിക്കോ, അതിൻ്റെ അകത്തൊക്കെ പഴം ഇരിക്കുന്നതും നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും. സാധാരണ എനിക്കിങ്ങനെ പഴവും എഗ്ഗും വെച്ചിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എഗ്ഗിൻ്റെ സ്മെല്ലും ഇല്ല. സംഭവം കിട്ടുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. കായ്പോള ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാം. ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർ കണ്ടോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.